ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മംഗളാചരണം ചെയ്ത് രാമായണത്തിൻ്റെ പ്രധാന പ്രതിപാദ്യത്തെപ്പറ്റി സൂചന നൽകി കൂടുതൽ മുന്നോട്ട്, അതായത് രാമായണ രചനയിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. അധ്യാത്മരാമായണം പുരാണാന്തർഗതമാണെന്നാണ് നാം മാനിക്കുന്നത്. അതിനെ മലയാളത്തിലേക്ക് അനുവാദം ചെയ്യുമ്പോൾ സവിശേഷമായ കിളിപ്പാട്ട് രചനാ ശൈലിയിലാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അവിടെ കവി നേരിട്ട് വർണ്ണിക്കുന്നതിന് പകരം പാടുന്ന പൈങ്കിളിയെ ക്ഷണിച്ചു വരുത്തി ആ പൈങ്കിളി കവിക്ക് വേണ്ടി പാടുന്നതായിട്ട് അവതരിപ്പിക്കുന്ന ശൈലിയാണ്. കവി ഗുപ്തനായി മറഞ്ഞു നിന്ന് കവിക്ക് വേണ്ടി പൈങ്കിളി പാടുന്നതാണ് ശൈലി. അതുകൊണ്ട് ഇവിടെ കവി സ്വന്തം നിലയ്ക്ക് മംഗളാചരണം ചെയ്ത ശേഷം ഈ ആഖ്യാനത്തെ പാടാൻ ഉള്ള പൈങ്കിളിയെ ക്ഷണിക്കുന്ന ഭാഗമാണ് ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ സംബോധന ചെയ്യുന്നു. ശ്രീരാമചരിതം നീ ചൊല്ലിയിടും മടിയാതെ. ശ്രീരാമചരിത്രത്തെ മടി കൂടാതെ നീ ചൊല്ലിയാലും. ആ സമയത്ത് ശാരിക പൈതലും ആ പൈങ്കിളിയും, ശാരികയ്ക്ക് പച്ചത്തത്ത എന്നർത്ഥമുണ്ട്. അതുകൂടാതെ ചിത്രവർണ്ണങ്ങളോടുകൂടിയ പക്ഷി, ശാരിക എന്നു പേരുള്ള പക്ഷിയുണ്ട്. ഇവിടെ എഴുത്തച്ഛൻ്റെ തത്ത പ്രസിദ്ധമാണ്. ഇവിടെ നമുക്ക് തത്ത എന്ന അർത്ഥമെടുക്കാം. അങ്ങനെ രാമായണ ആഖ്യാനം ചെയ്യുന്ന ശാരിക പൈതൽ ആദ്യം തന്നെ ഗുരുനാഥന്മാരെ വന്ദിച്ച്, വന്ദ്യന്മാരെ എല്ലാം വന്ദിച്ച് ശ്രീരാമസ്തുതിയോടെ പറയാൻ ആരംഭിച്ചു. നേരത്തെ കവിയുടെ മംഗളാചരണമാണ്. ഇപ്പോൾ കവിക്ക് വേണ്ടി സംസാരിക്കുന്ന പൈങ്കിളിയുടെ മംഗളാചരണമാണ്. അതെങ്ങനെ? കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. ആദ്യം തന്നെ വിഘ്നേശ്വരനെ, ഗണേശനെ വന്ദിക്കുകയാണ്. എല്ലാ കർമ്മങ്ങളുടെയും ആരംഭത്തിൽ നിർവിഘ്നമായ പരിസമാപ്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വിഘ്നേശ്വര വന്ദനം ചെയ്യാറുണ്ട്. അതൊരു സമ്പ്രദായം കൂടിയാണ്.
വിഘ്നേശ്വരൻ വിഘ്നങ്ങളുടെ ഈശ്വരനാണ്. എല്ലാ തടസ്സങ്ങളെയും നീക്കുന്നവനാണ്. നമ്മുടെ ഈ പഠനത്തിൽ ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായ ഒരു തടസ്സവും ഉണ്ടാവരുത്. താൻ കാരണമായിട്ട് വരുന്ന തടസ്സങ്ങൾ, ആധ്യാത്മികങ്ങൾ, മറ്റ് ജീവജാലങ്ങൾ കാരണമായിട്ട് വരുന്ന തടസ്സങ്ങൾ, ആദിഭൗതികങ്ങൾ, നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ ദൈവഗത്യാ വരുന്ന തടസ്സങ്ങൾ, ആദിദൈവികങ്ങൾ, ഇങ്ങനെയുള്ള ഒരു വിഘ്നങ്ങളും ഇല്ലാതെ നിർവിഘ്നമായിട്ട് ഈ ഗ്രന്ഥപഠനം, രാമായണ പഠനം പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കണം. രാമായണം ചൊല്ലുന്നത് പൂർത്തിയാക്കാൻ ഈ പൈങ്കിളിക്ക് സാധിക്കണം. ഇത് രചിക്കുന്നത് പൂർത്തിയാക്കാൻ കവിക്ക് സാധിക്കണം. ഈ എല്ലാ ഭാവനകളെയും ഒത്തുചേർത്തിട്ടാണ് വിഘ്നേശ്വരനെ ഇവിടെ വന്ദിക്കുന്നത്. കാരണനായ ഗണനായകൻ, സകല ക്രിയകൾക്കും കാരണഭൂതനായ ആ ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ ഒരു ക്രിയയും നടക്കില്ല. അതുകൊണ്ട് അവൻ കാരണനാണ്. ഇനി മറ്റൊരു ദൃഷ്ടിയിൽ പറഞ്ഞാൽ സകല ഗണങ്ങളുടെയും പതിയാണ് ഗണപതി. ബ്രഹ്മാദി ദേവന്മാർ മുതൽക്ക് കൃമികീടങ്ങൾ വരെ സകല ഗണങ്ങളുടെയും പതിയാണ്. ആ ഗണപതി സകല പ്രപഞ്ച വ്യവഹാരങ്ങൾക്കും കാരണനാണ്. അഥവാ അതിലൂടെ ലക്ഷീകരിക്കപ്പെടുന്ന പരമേശ്വരൻ പരമാത്മ സർവപ്രപഞ്ചത്തിനും കാരണനാണ്. അങ്ങനെ കാരണനായ ഗണനായകൻ, സകല ഗണങ്ങളുടെയും നാഥൻ ഗണപതി, ബ്രഹ്മാത്മകൻ, പ്രണവസ്വരൂപൻ. പ്രണവസ്വരൂപനായിട്ടാണ് നമ്മൾ ഗണപതിയെ മാനിക്കുന്നത്. അങ്ങനെയുള്ള ബ്രഹ്മസ്വരൂപനായ ഗണപതി എങ്ങനെയുള്ളവൻ? കാരുണ്യമൂർത്തി. കാരുണ്യം മൂർത്തിമത് ഭാവത്തെ പ്രാപിച്ചവൻ, കരുണയുടെ മൂർത്തിയായവൻ. ഭക്തനെ സംബന്ധിച്ച് ഭഗവാൻ എപ്പോഴും കാരുണ്യമൂർത്തിയാണ്, കാരുണ്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായവൻ. വീണ്ടും എങ്ങനെയുള്ള? ശിവശക്തി സംഭവൻ ദേവൻ, ശിവശക്തി സംഭവനായ, ശിവൻ്റെയും ശക്തിയുടെയും ചേർച്ചയിൽ നിന്ന് സംഭവിച്ചവൻ. ദേവൻ പ്രകാശിപ്പിക്കുന്നവൻ, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവൻ. സർവപ്രപഞ്ച വ്യവസ്ഥകളെയും ആരാണ് പ്രകാശിപ്പിക്കുന്നവൻ? അവനാണ് ദേവൻ, അഥവാ സ്വയം പ്രകാശിക്കുന്നവൻ. വേറെയും അർത്ഥങ്ങളുണ്ട് ദേവശബ്ദത്തിന്. സകലർക്കും സകല മഹിമകളെയും ദാനം ചെയ്യുന്നവൻ, അങ്ങനെയും അർത്ഥമുണ്ട്. ദ്യോവിൽ വസിക്കുന്നവനെന്നും പറയാം. ദ്യോവെന്ന് പറയുമ്പോൾ ഭൂമിക്കും അന്തരീക്ഷത്തിനുമുപരി ദ്വിലോകം, അല്ലെങ്കിൽ സകല ഭൂതങ്ങളുടെയും ഹൃദയാകാശം. അങ്ങനെ ഹൃദയാകാശത്തിൽ വസിക്കുന്നവനെന്നും ദേവശബ്ദത്തിന് അർത്ഥം പറയാം. അങ്ങനെ ശിവശക്തി സംഭവനായ ദേവൻ എങ്ങനെയുള്ളവൻ? വാരണമുഖൻ, ആനയുടെ മുഖത്തോട്, വാരണത്തിൻ്റെ ആനയുടെ മുഖത്തോടു കൂടിയ ഗണപതി. അവിടെ സസ്തനികളിൽ ഏറ്റവും വലിയ ആന, സസ്തനികളിൽ ഏറ്റവും ചെറിയ ചുണ്ടലി, ഇവ രണ്ടിൻ്റെയും സമാഹാര രൂപമാണ് ഗണപതിയുടെ രൂപം. അതാണ് ആനത്തലയൻ എലിപ്പുറത്ത് സഞ്ചരിക്കുക. അണോരണീയാൻ മഹതോ മഹീയാൻ, എത്ര വലിയൊരു ദർശനമാണെന്ന് ഓർക്കൂ. അങ്ങനെയുള്ള ആനയുടെ മുഖത്തോടു കൂടിയവൻ വാരണമുഖൻ. മമ പ്രാരബ്ധ വിഘ്നങ്ങളെ, എൻ്റെ പ്രാരബ്ധ ഹേതുവായിട്ടുള്ള തടസ്സങ്ങളെ എല്ലാം വാരണം ചെയ്തിടുവാൻ, വാരണം ചെയ്യുക, തടയാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ രാമായണ രചനയിൽ, അഥവാ നമുക്കൊക്കെ ഈ രാമായണ പഠനത്തിൽ വന്നു ചേരാവുന്ന വിഘ്നങ്ങളെ മുഴുവൻ തടയാൻ വേണ്ടിയിട്ട് ഞാനിതാ വന്ദിക്കുന്നു. എങ്ങനെ വന്ദിക്കുന്നു? ആവോളം എനിക്ക് സാധിക്കുന്ന അത്രയും പരമാവധി ഞാൻ വന്ദിക്കുകയാണ്. നമ്മുടെ ശരീര
ഇന്ദ്രിയ മനോബുദ്ധികളെല്ലാം ഉപയോഗിച്ച് നമ്മളിതാ വന്ദിക്കുന്നു വിഘ്നങ്ങളെല്ലാം ഒഴിയാൻ വേണ്ടി. നമസ്തേ.